എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വേലിക്കൽ നിന്ന് പൊഴിഞ്ഞ് വേണ്ടാതെ പോകുന്ന ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു കിടുക്കാച്ചി ജാമുണ്ടാക്കിയാലോ? അതെ, ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെക്കാൻ മാത്രമല്ല കേട്ടോ, ജാമുണ്ടാക്കാനും കിടിലനാ. അപ്പോൾ സമയം കളയണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രം മതി നമുക്ക് ജാമുണ്ടാക്കാനായി. അപ്പോൾ 28 ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി നോക്കിയ ശേഷം വേണം ചെമ്പരത്തിയുടെ ഇതളുകൾ പറിച്ച് അത് കഴുകിയെടുക്കാനായി. അപ്പോൾ നമ്മൾ പാനിൽ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളക്കുകയേ വേണ്ടൂ. ചെമ്പരത്തിപ്പൂ വെള്ളത്തിൽ കിടന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് ഈ തിളച്ച ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചെമ്പരത്തി ഇല നന്നായി തിളച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഇതളുകൾ മാറ്റി കൊടുക്കാം. സർപ്രൈസായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. എന്നിട്ട് ഇത് എന്തിൻ്റെ ജാമാണ് എന്ന് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് കൂടെ നടത്തണം. ഞാനിത് ഒരുപാട് തവണ ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ജാമാണ്. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ദാ ഇതിലെ വെള്ളം നോക്കൂ. പൂവിൻ്റെ കളറെല്ലാം ഇളകി വെള്ളത്തിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ കളറ് വയ്ക്കും. നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ജാമിൻ്റെ ഒരു കളറിലേക്ക് ഇതെത്തും. അപ്പോൾ ഇതളുകളെല്ലാം മാറ്റി നമുക്ക് വേണ്ട ഒരു സീറം പരുവത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കണം. ഇപ്പം നമ്മൾ ഇത്രയും നേരം തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ചെറുതായി തീ ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഈ സീറം ഒന്ന് നന്നായി തിളയ്ക്കും. ഈ തിളച്ച സീറത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് വീണ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കാണാം കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ദാ അതിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് പഞ്ചസാര കുറയ്ക്കാം. എനിക്ക് മധുരം അധികം ഇഷ്ടമല്ലെങ്കിൽ കൂടി ജാമിൽ കുറച്ച് മധുരം വേണം. അപ്പോൾ നമ്മൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരുന്ന പൊടി ഞാൻ ഒരു നുള്ള് ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഹെൽത്തിയാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കെമിക്കൽ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഫുഡ് കളറും എല്ലാം ചേർത്ത് ഉപയോഗിക്കുന്ന ജാമിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കുന്ന ഈ ജാം. അപ്പോൾ നമ്മുടെ ജാമിൻ്റെ ഈ വെള്ളം ഒന്ന് നന്നായി വറ്റണം. അപ്പം നമ്മൾ ഒഴിച്ചിരുന്നത് 1.5 കപ്പ് വെള്ളമാണ്. ആ 1.5 കപ്പ് വെള്ളം ഒരു ഹാഫ് തന്നെ ആയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് വറ്റി ഈ പരുവത്തിനാകുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ലൈൻ കാണാവുന്ന പരുവത്തിലായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വയ്ക്കാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പരുവം. നമ്മുടെ ജാം ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലേക്കോ ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഇങ്ങനെയാണെങ്കിൽ കൂടി ഇത് തണുക്കുമ്പോൾ നന്നായി ഉറയ്ക്കും. ഒത്തിരി ഉറച്ച് ജാമിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് എത്താനുള്ള സമയം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊരു ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ പോവാണ്. ഗൈസ്, ഞാനിത് വെറുതെ പറയുമല്ല. നിങ്ങളിത് ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നുള്ളതിന് എൻ്റെ ഉറപ്പ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി പെട്ടെന്ന് കാണാം.